ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ സാന്റോസ് കോറിറ്റിബ എന്ന ടീമിനോട് ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. നെയ്മർ മുഴുവൻ സമയവും കളിച്ചിരുന്നു. ഒരു ശരാശരി പ്രകടനമാണ് നെയ്മർ പുറത്തെടുത്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ കിഡിലൻ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. അത് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും അടുത്ത മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നുള്ള കാര്യം പരിശീലകനായ കൂക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മത്സരത്തിൽ നെയ്മറുടെ പ്രകടനം അത് ഒരു ശരാശരിയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ നെയ്മർക്ക് കഴിഞ്ഞില്ല. അത് ഒരുപക്ഷെ നിരന്തരം മത്സരങ്ങൾ കളിക്കുന്നത് കൊണ്ടാവാം, ഷെഡ്യൂളിന്റെ കാരണം കൊണ്ടാകാം എന്നുകൂടി സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓട്ടത്തിന്റെ കാര്യത്തിലും സ്പീഡ് ഡിസ്റ്റൻസിന്റെ കാര്യത്തിലും നെയ്മർ ഇപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ മത്സരത്തിൽ അദ്ദേഹം ഒരു ആവറേജ് പ്രകടനം മാത്രമാണ് നടത്തിയത്. പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് ഈ ഷെഡ്യൂളിന്റെ പ്രശ്നമായിരിക്കാം. ഇത് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. കൂടാതെ ഇമോഷണലായ ഒരു ലോഡ് കൂടി നെയ്മർക്കുണ്ട്. ശനിയാഴ്ച വ്യത്യസ്തമായ ഒരു മത്സരമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ ആ മത്സരത്തിൽ നെയ്മർ കളിക്കില്ല. കാരണം അദ്ദേഹത്തിന് വിശ്രമം നൽകേണ്ടതുണ്ട്. എന്തെന്നാൽ അർജന്റീനയിൽ പിന്നീട് നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു നെയ്മറെ നമുക്ക് ആവശ്യമുണ്ട്. മോശം പ്രകടനം അത് നെയ്മറിൽ മാത്രം കെട്ടിവെക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. തീർച്ചയായും ഏറ്റവും വലിയ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ് ഉള്ളത്. ഇതാണ് സാന്റോസിന്റെ പരിശീലകനായ കൂക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് സാന്റോസ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത്. അതിന്റെ ഉത്തരവാദിത്തം നെയ്മർക്ക് മാത്രമായി കൊണ്ട് നൽകേണ്ടതില്ല. എല്ലാവർക്കും അതിൽ ഭാഗമുണ്ട് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിന് ശേഷം സാൻ ലോറൻസോ എന്ന അർജന്റീൻ ക്ലബിനെതിരെയാണ് സാന്റോസ് കളിക്കുക. ആ മത്സരത്തിൽ നെയ്മർ കളിച്ചേക്കും. പിന്നീട് നടക്കുന്ന പാൽമറാസിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത മത്സരം അത് ബാഹിയക്കെതിരെയാണ് സാന്റോസ് കളിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.